യെസ്, സ്ക്രീൻ വിസിബിൾ ആണല്ലോ. റൈറ്റ്, ഐ തിങ്ക് സ്ക്രീൻ ഈസ് വിസിബിൾ. നമ്മള് നല്ല രീതിയിൽ നമ്മള് ക്ലാസ്സസ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഒരു ഫീവർ വന്നത്. ഒരു 2 വീക്സ് അങ്ങനെ നഷ്ടപ്പെട്ടു. ഓക്കെ, അതുകൊണ്ടാണ് ക്ലാസ്സസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതായി പോയത്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സേ സോറി. ഓക്കെ, ബിക്കോസ് അറിയാലോ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഐ സ്റ്റിൽ ബിലീവ് നിങ്ങൾ KS-ന്റെ നമ്മുടെ സ്റ്റാർട്ടിങ് ഫൗണ്ടേഷൻ ക്ലാസ് 1ഉം 2ഉം നമ്മൾ KS-ന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഈ ഒരു ഫ്രീ ബാച്ചിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള 2 ക്ലാസ്സസ് ആയിരുന്നു. ഫൗണ്ടേഷൻ ക്ലാസ് 1 ഐ തിങ്ക് മെജോറിറ്റി പേര് കണ്ടിട്ടുണ്ടാവും. ക്ലാസ് 1 ആൻഡ് 2. ഇത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ലൈവ് കാണുന്നവര്, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇത് റെക്കോർഡിങ്സ് ഇപ്പോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 2 വീഡിയോയും നിങ്ങളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് നൽകും. ഇനി നമ്മുടെ മുമ്പിൽ 10 ദിവസം 11 ദിവസമേ ഉള്ളൂ. സോ നമുക്കിനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതിൽ കുറെ പേര് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. കുറെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാതെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. വൺ തിങ് ഈസ് ദാറ്റ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നോ ബഡി ഈസ് ഗോണ കംപ്ലീറ്റ് ദ 100% ഓഫ് ദ സിലബസ്. ഓക്കെ, ബിലീവ് മീ, ആരും KS എക്സാമിന് വേണ്ടിയിട്ട് ആരും 100% സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവില്ല. ആൻഡ് നൗ ദിസ് എക്സാം ഒരു സെൽഫ് കോൺഫിഡൻസിന്റെയും നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിന്റെയും ഒക്കെ ഒരു എക്സാം ആവാൻ പോവാണ്. എന്നിരുന്നാലും ഈ അവസാനത്തെ 10-11 ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നമ്മളൊന്ന് ചെയ്യണം. വി ഹാവ് ടു ഡു ലിറ്റിൽ ബിറ്റ് ഓഫ് ഹാർഡ് വർക്ക്. കറന്റ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീഡിയോ ക്ലാസ് കണ്ടു തീർക്കായിരിക്കും. ധൃതി പിടിച്ച് ഓരോന്നിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ്സസ് ഒക്കെ കണ്ടു തീർക്കുന്നവരായിരിക്കും മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ. അതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് തിങ്. ഓക്കെ, പ്ലീസ് സ്റ്റോപ്പ്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോ. ഓക്കെ, ബിക്കോസ് സിലബസ് കംപ്ലീഷൻ അല്ല KS എക്സാം എന്ന് പറയുന്നത്. സിലബസ് കംപ്ലീറ്റ് ചെയ്യലല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഞാൻ ആദ്യം ഫൗണ്ടേഷൻ ക്ലാസ് 1-ലും 2-ലും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. PYക്ക് നോക്കി ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ആ ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അല്ലാതെ സിലബസ് കംപ്ലീഷൻ അല്ല. ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളതെന്നൊക്കെയുള്ള കാര്യമൊക്കെ ഫൗണ്ടേഷൻ ക്ലാസിന്റെ PDF-ൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. ആൻഡ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇനി ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ക്ലാസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനിയിപ്പോ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഉണ്ടാവാ, ഇനിയിപ്പോ 10 ദിവസം ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ് ഒരു 20 എണ്ണം ഉണ്ട്, അപ്പൊ ഒരു ദിവസം 2 എണ്ണം വെച്ച് തീർക്കണം, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മൈൻഡ് എങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് തിങ്. അവസാനത്തെ 10 ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. യൂട്യൂബ് ചാനൽ ലിങ്ക് തരാം. അവസാനത്തെ 10 ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ, ദിസ് ഈസ് ദ തിങ് യു ഹാവ് ടു ഡു. ഫസ്റ്റ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. PSCയുടെ പ്രത്യേകതയാണ്, നമ്മുടെ UPSC പോലെയല്ല, സിവിൽ സർവീസസ് എക്സാം പോലെയല്ല. നമുക്കറിയാം സിവിൽ സർവീസസിന്റെ മലയാളം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ പ്രിലിംസിന് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. CSAT-ന് സെപ്പറേറ്റ് ആണ് ഇംഗ്ലീഷ്, അത് ലീവ് ചെയ്യും, അത് സംതിങ് ഡിഫറെന്റ് പിക്ചർ അല്ല. നമുക്കിപ്പോ ഡിബേറ്റിന് CSAT-ന് ഇംഗ്ലീഷ് ഉണ്ടെന്ന് പറയാലോ, എന്നിരുന്നാലും അത് പാരാഗ്രാഫ് ആണ്. ഓക്കെ, അത് ലീവ് ചെയ്യും. സിവിൽ സർവീസസ് എക്സാമിനേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു എഡ്ജ് എന്താണ്, മലയാളവും ഇംഗ്ലീഷും. 50 മാർക്സ്. ഈ 50 മാർക്സ് പ്ലസ് ദിസ് മാത്സ്, ദിസ് ഈസ് ഗോയിങ് ടു ബി ദി ഗെയിം ചേഞ്ചർ. ഈ 65 മാർക്കിൽ ഏതാളാണോ മാക്സിമം സ്കോർ ചെയ്യുന്നത് അവന്മാര് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ്, KS-ന്റെ പ്രിലിംസ് ഞാൻ ക്വാളിഫൈ ചെയ്യാനുള്ള മെയിൻ റീസൺ വാസ് ദിസ് തിങ്. 65-ല് അപ്രോക്സിമേറ്റ് പറഞ്ഞാല് ഒരു 45 പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റിയാൽ
you will qualify this prelims exam. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ചുമ്മാ അങ്ങനെയല്ല. നിങ്ങൾ എന്ത് ചെയ്യുക? PYQ നേരെ പോകുക. ഇനി ചെയ്യേണ്ട കാര്യം മലയാളത്തിന്റെ 30 മാർക്സ്. ഈ 30ൽ 20 മാർക്സ് ഫോർ ഡിഫറെന്റ് പ്ലസ് 10 മാർക്ക് നമ്മൾ ട്രഡീഷണലി PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എല്ലാം നമ്മൾ ഇപ്പൊ LDCക്കും +2നും ഡിഗ്രി ലെവലിനൊക്കെ നമ്മൾ കാണുന്ന ചോദ്യങ്ങളാണ്. 10 മാർക്കിന്റെ 20 മാർക്കിന്റെയാണ് നമ്മളൊരു ഡിഫറെന്റ് ആയിട്ട് കണ്ടത്. എന്ത് ചെയ്യുക? മലയാളം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. PYQ ബേസ്ഡ് അപ്രോച്ചസ് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇംഗ്ലീഷും അതേപോലെ തന്നെ 20 മാർക്സ്. PYQ നോക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്യുക. മാത്സും വീണ്ടും ഞാൻ പറയാണ്, 1 who score 45+ മാർക്ക് ഇൻ ഈ 3 സബ്ജക്റ്റിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ സ്കോർ ചെയ്തോ അവൻ പ്രിലിംസ് ക്ലിയർ ആവും. ആൻഡ് ദിസ് ഈസ് എന്താ പറയാ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. കഴിഞ്ഞ കേസ് എഴുതാൻ പോയിട്ട് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സ്കോർ ചെയ്തോ ജയിക്കും. എങ്ങനെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പഠിക്കണം? PYQ ബേസ്ഡ് അപ്രോച്ച്. ഓക്കെ, എന്താണ് ഈ ഒരു ടെക്നിക്ക്? KS എക്സാമിന്റെ KSന്റെ PYQ എടുക്കുക. നമുക്കറിയാം, നമുക്ക് ഒറ്റ എക്സാം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ, പ്രിലിംസ്. അതുകൊണ്ട് തന്നെ നൗ യു ഹാവ് ടു ടേക്ക് ഡിഗ്രി പ്രിലിംസിന്റെ പ്ലസ് ഡിഗ്രി മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ദെൻ ദിവസവും എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഒരു 10 ക്വസ്റ്റ്യൻ മലയാളം അറ്റൻഡ് ചെയ്യുക, 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യുക, 10 ക്വസ്റ്റ്യൻ മാത്സ്. ഫസ്റ്റ് KSന്റെ PYQ ആണ് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ബിക്കോസ് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല നിലവിൽ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ. ആകെ ഒറ്റ പ്രാവശ്യം KS നടന്നിട്ടുള്ളൂ. ഇനിയിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം നടക്കാൻ പോവാണ്. സോ ലിമിറ്റഡ് ആയിട്ടുള്ള PYQ ആണ് നമ്മുടെ കയ്യിലുള്ളത്, എസ്പെഷ്യലി ഫോർ ദിസ് പ്രിലിംസ്. ഡിഗ്രി മെയിൻസും ഡിഗ്രി പ്രിലിംസും 10 ക്വസ്റ്റ്യൻ ചെയ്യുക. മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ സെക്ഷണൽ ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുക. മാത്സ് ഒക്കെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു ടോപ്പിക് പഠിക്കുകയാണ്, ആവറേജ് പഠിക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പൊ അതിന്റെ ഒരുപാട് ആ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മിക്സഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ബിക്കോസ് റിയൽ എക്സാമിന് മിക്സഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ റിയൽ എക്സാമിന്റെ ഒരു പ്രാക്ടീസ് മിക്സഡ് ക്വസ്റ്റ്യൻ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ റിയൽ PYQ, റിയൽ കേരള PSCയുടെ PYQ വെച്ചിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് യൂട്യൂബിൽ ഉണ്ടാകും. മനസ്സിലായില്ല ശ്രീലക്ഷ്മി, എന്താണ് ചോദിച്ചത്? PYQ നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ ഒരുപാട് ചാനൽസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, PYQ കോമ്പിലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഈ നമ്മുടെ PSC റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസ് തന്നെ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മലയാളവും ഇംഗ്ലീഷും മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോമ്പിലേഷൻ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, യെസ് ഐ ക്യാൻ. ശ്രീലക്ഷ്മി, ഓക്കെ. സോ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. മിക്സഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. സെക്ഷൻ വൈസ് അല്ല ചെയ്യേണ്ടത്. അറ്റ് ലാസ്റ്റ്, അറ്റ് ഫൈനൽ ഡേ യു ഹാവ് ടു ഡു മിക്സഡ് ക്വസ്റ്റ്യൻസ്. സോ നിങ്ങളുടെ ബ്രെയിൻ ഇപ്പം തന്നെ വർക്ക് ചെയ്ത് തുടങ്ങണം. മിക്സഡ് ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ മാത്സ് ഒക്കെ നിങ്ങൾ PYQ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക 10 ക്വസ്റ്റ്യനിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ നിങ്ങൾ എടുത്തതെന്ന് വിചാരിക്കുക. ഇപ്പൊ സബ് ഇൻസ്പെക്ടർ പോലീസിന്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ എടുത്തത്. അത് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ മതി. സബ് ഇൻസ്പെക്ടർ പോലീസ് 2023 മാത്സ് സൊല്യൂഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻ കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണാം, ഒന്നോ രണ്ടോ അല്ലെ ഏതെങ്കിലും ഒരു വീഡിയോ കാണും. എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ 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 ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഇംഗ്ലീഷൊക്കെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത്. PYQ നോക്കിയാൽ മതി. മലയാളവും അതേപോലെ തന്നെ. ദ വൺ തിങ് ഈസ് ദാറ്റ് നിങ്ങളൊരു കാര്യം എഴുതി വെച്ചോളൂ. നമ്മുടെ ഇപ്പൊ അടുത്ത് നമുക്ക് കഴിഞ്ഞ എക്സാം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എക്സൈസ്, സിവിൽ എക്സൈസിന്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സിവിൽ എക്സൈസ് ഓഫീസറുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊരു 10th ലെവൽ ക്വസ്റ്റ്യൻ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 എക്സാം പോലെ ആയിരുന്നില്ല ഡിഗ്രി ലെവൽ എക്സാം. അറിയാലോ, ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് ഫേസ് മെജോറിറ്റി നിങ്ങൾ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടാവും, അല്ലെ ഒരുപാട് പേർക്ക് സെക്കൻഡ് ഫേസ് ആയിരിക്കും എക്സാം.
ഫസ്റ്റ് ഫേസ് എക്സാം എഴുതി. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്, വെരി ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പർ, വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ. അതേപോലെ തന്നെ ഇതിനേക്കാൾ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് KS എക്സാമിന് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പിച്ചു വെച്ചോ, എക്സാം ഈസ് ഗോയിങ് ടു ബി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്, വെരി ലെങ്തി, വെരി ട്രിക്കി. PSC ഇന്നേ വരെ കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാമുകളിൽ KS എക്സാം ഈസ് ഗോയിങ് ടു ബി ദി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് വൺ. ഏറ്റവും ഡിഫിക്കൽട്ട് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഒരുപാട് നിങ്ങൾ കാണാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾ ഇതുവരെ വായിക്കാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇൻ പേപ്പർ 1, പേപ്പർ 2 രണ്ടിലും. ഇവിടെ എന്താണ് ഹരികൃഷ്ണൻ പ്ലീസ് റിപ്ലൈ. യൂട്യൂബിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുമോ? യെസ്, പ്രൊവൈഡ് ചെയ്യാം. യൂട്യൂബ് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ ഈ ചാനലിന്റെ പേര് തന്നെയാണ് കേട്ടോ. ഈ ചാനലിന്റെ പേര് തന്നെ പോയി അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഈ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യാം? കോമൺ സെൻസും ലോജിക്കൽ തിങ്കിങ്ങും. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ സിവിൽ സർവീസസ് എക്സാമിന് അല്ലെ, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ നമുക്ക് അറിയുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് വെച്ചിട്ട് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം, ആ രീതിയിലുള്ള ഒരു എക്സാം ആയിരിക്കും. ഡിഗ്രി ഫസ്റ്റ് ഫേസിന് നമുക്ക് ഈ രീതിയിലുള്ള ഒരു എക്സാം ആയിരിക്കും നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഓക്കെ, മലയാളം, ഇംഗ്ലീഷ്, മാത്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വൺ ഹു സ്കോർ, ആരാണ് 45 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യുന്നത്, അവരെല്ലാവരും മിക്കവാറും 99% പ്രിലിംസ് ക്വാളിഫൈ ആവും. മലയാളം, ഇംഗ്ലീഷ് മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി പറയുന്ന സബ്ജക്റ്റുകൾ കൂടി സ്പീഡിൽ റിവിഷൻ ചെയ്യണം. ഭരണഘടന, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, എക്സെട്ര നമുക്കിത് ഒറ്റയടിക്ക് എന്ത് പറയാം? പോളിറ്റി ആൻഡ് ഗവേണൻസ്. നല്ല രീതിയിൽ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. യു വിൽ ഹാവ് എന്തായാലും 20+ ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, അതായത് എവിടുന്നാണോ കൂടുതൽ മാർക്ക് ഉണ്ടാവുക ആ ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ പ്രോസസ് ഇൻക്രീസ് ചെയ്യുക, റിവിഷൻ നല്ലതുപോലെ ചെയ്യുക. 26 മാർക്കോളം ഭരണഘടന, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ് ആണ്. അതിനുശേഷം ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററി 4 മാർക്കേ ഉള്ളൂ, ബട്ട് ഹിസ്റ്ററിയിൽ എല്ലാം കൂടിയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 30 മാർക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ പ്രിലിംസിന് ഓൾമോസ്റ്റ് 30 മാർക്കോളം ഹിസ്റ്ററിയിൽ നിന്നായിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ PYQ അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രിപ്പറേഷൻ ചെയ്യുക. മോഡേൺ ഹിസ്റ്ററി ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. മോഡേൺ ഹിസ്റ്ററി ഒക്കെ വളരെ ഭംഗിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഏതൊക്കെ പോർഷൻസിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നൊക്കെ നമ്മൾ ഓൾറെഡി പ്രെഡിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ യു ഹാവ് ടു മൂവ് ടുവേർഡ്സ് സയൻസ് ആൻഡ് ടെക്നോളജി. 14 മാർക്സ്. കൂടുതലും കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക സയൻസ് ആൻഡ് ടെക്നോളജിയിൽ. ആൻഡ് പറഞ്ഞല്ലോ, കറണ്ട് അഫയേഴ്സിൽ നമ്മുടെ മാഗസീൻ ഉണ്ട്. നമ്മുടെ മാഗസീന് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നവർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ വേൾഡ് ഹിസ്റ്ററി റെവല്യൂഷൻസ് ഒക്കെ നോക്കണം. യെസ്, റെവല്യൂഷൻസ് നോക്കണം. വേൾഡ് ഹിസ്റ്ററിയിൽ 4 മാർക്കാണ്. 4 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ ജിയോഗ്രഫി, ദെൻ എക്കണോമിക്സ്. ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉണ്ടാവേണ്ടത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ സബ്ജക്റ്റുകൾ മാത്രം നിങ്ങൾ പഠിച്ച എന്താണോ സ്പീഡായിട്ട് റിവിഷൻ ചെയ്ത് പോകുക എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീഡിയോ ക്ലാസ്സും അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എക്സാമിന്റെ തലേന്ന് വരെ വീഡിയോസ് ഉണ്ടാവും. സോ ഇത്രയും കാലം നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത് അതെന്ത് ചെയ്യുക? സ്പീഡായിട്ട് റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുന്ന ഒരു ക്രൊണോളജിയും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാക്ട്ലി എത്ര മാർക്കായിരിക്കും എക്സാമിന് ചോദിക്കുക എന്നുള്ള ഒരു ക്രൊണോളജിയും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവർ എയിം ഷുഡ് ബി എന്താണ്? 50% ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു 100 മാർക്കിന്റെ അടുത്തൊക്കെ നമുക്ക് കിട്ടിയാലേ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, 100 മാർക്കൊക്കെ വായിക്കുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 100 മാർക്കിന്റെ അടുത്തൊക്കെ കിട്ടിയാൽ ഓക്കെ, നമുക്ക് ഇപ്പം തന്നെ കട്ട് ഓഫ് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും എ സേഫ് മാർക്ക് എന്നൊക്കെ പറയുന്നത് 100+ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മെയിൻസ് എഴുതാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻസിന് ക്വാളിഫൈ ചെയ്യണം, മെയിൻസ് എക്സാമിനേഷൻ എഴുതണം.
ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, മെയിൻസ് ക്വാളിഫൈ ചെയ്താലേ മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. സോ ഇതായിരിക്കണം നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അവസാന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. വൺ തിങ് ഇസ് ദാറ്റ് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാണ്. മലയാളം ഇംഗ്ലീഷ് മാത്സിൽ അഗ്രഗണ്യനാവുക. ഇതിനുശേഷം ടോപ്പിക്കുകൾ ഭരണഘടന, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്, എക്കണോമിക്സ്. ദീസ് ആർ ദ മേജർ സബ്ജക്ട്. റൈറ്റ്. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. മന്ത്ലി മാഗസീൻ ഫോളോ ചെയ്യുക. ഓക്കെ, ആരും ഒരാളും സിലബസ് 100% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള പീരീഡിൽ ഇത്രയും വലിയൊരു സിലബസ് നമുക്ക് 100% കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താ പറയാ ഹെർക്കുലിയസ് ടാസ്ക് ആണ്. അതുകൊണ്ട് ലിമിറ്റഡ് പീരീഡിൽ എത്രത്തോളം നമുക്ക് മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അതിലാണ് കാര്യം. നവംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് മെയിൻ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഡിസംബറിന്റെയും ജാനുവരിയുടെയും കറണ്ട് അഫയേഴ്സ് കൂടി നമ്മുടെ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ജാനുവരി വരെ നിങ്ങൾ നോക്കുക. കാര്യം നമുക്ക് സമയമില്ല. നമ്മൾ ഇനി എന്താ പറയാ കറണ്ട് അഫയേഴ്സ് മാത്രം നോക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കോർ ഏരിയാസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് എന്തായാലും ഞാൻ 2 മാസത്തെ കൂടി കറണ്ട് അഫയേഴ്സ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം ക്ലാസ്സിന് ശേഷം. ദെൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ കോർ സബ്ജക്ട് ഏരിയാസ് നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. പഠിച്ചു വെച്ചിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുക. ഒരു കാര്യം കൂടി, ഈ റെക്കോർഡിങ്സ് കാണുന്നവരാണെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഈ ഞങ്ങളുടെ ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിൽ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും പറഞ്ഞത് ജോഗ്രഫി ക്വസ്റ്റ്യൻ വാസ് വെരി ഡിഫിക്കൽട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആർഷ മിസ് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ചെയ്തതാണ്. ഓക്കെ, പെയ്ഡ് ചാനലിൽ ചെയ്തതാണ്. അതായത് നമ്മുടെ എലിമിനേഷൻ ടെക്നിക്കും ലോജിക്കൽ സെൻസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം. കാരണം ജോഗ്രഫി ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലെങ്തി ആയിരുന്നു അല്ലെ, ഭയങ്കര എന്താ പറയാ ഡിഫിക്കൽട്ട് ഒക്കെ ആണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം ആയിരുന്നു, ഒരുപാട് സ്റ്റേറ്റ്മെന്റ് എന്താ പറയാ തെറ്റാണ്. അതെങ്ങനെ? അപ്പൊ ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ചാനലിൽ പ്രൊവൈഡ് ചെയ്യാം. ഡിഗ്രി പ്രിലിംസ് പേപ്പർ ഉണ്ടെങ്കിൽ അയച്ചു തരുമോ? ഹരികൃഷ്ണ, യൂട്യൂബില് ലാ ഫോഴ്സ എന്നല്ല, ടെലിഗ്രാമിൽ ലാ ഫോഴ്സ എന്ന് സെർച്ച് ചെയ്യുക. ഈ ചാനലിൽ ജോയിൻ ചെയ്യുക. ഇതിന്റെ ഫയൽസിൽ പോകുക. ഇതിന്റെ ഫയൽസിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന PDF എല്ലാം കിട്ടും. KS-ന്റെ സിലബസോ പിന്നെ ഈ പറഞ്ഞ പോലെ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസോ എല്ലാം കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറോ എല്ലാം കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ലിങ്ക് കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് നമുക്ക് എവിടെയൊക്കെ എലിമിനേഷൻ ടെക്നിക് യൂസ് ചെയ്യാം, ലോജിക്കൽ തിങ്കിങ് യൂസ് ചെയ്യാം, നമ്മൾ പഠിച്ചത് വെച്ചിട്ട് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്നൊക്കെയുള്ള ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ KS-ഉം രണ്ടാമത്തെ ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഈ 2 വീഡിയോയുടെയും മന്ത്ലി മാഗസീനും ഞാൻ ഇപ്പം തന്നെ ക്ലാസ്സിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ലെറ്റ് മീ സമ്മറൈസ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി ഇതാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഇപ്പൊ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കുക. എക്സാമിന്റെ അവസാനത്തെ 7 ദിവസം ടെസ്റ്റ് സീരീസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അവസാനത്തെ ഒരാഴ്ച ഉണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുക, PYQs ചെയ്തോ. PYQs കണ്ടമാനം ചെയ്തോളൂ, കുഴപ്പമില്ല. കാര്യം അത് എക്സാമിനേഴ്സ് ഇടുന്ന അല്ലെ, PSCയുടെ ഒരു ടിപ്പിക്കൽ പാറ്റേൺ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരമാവധി ടെസ്റ്റ് സീരീസ് ചെയ്യുന്നത് നിർത്തുക. കാര്യം ഈ ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് ആണ് ഏറ്റവും അടിപൊളിയാവണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ഫ്രെയിം ചെയ്യുക എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും. ഓക്കെ, അപ്പൊ ഈ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ്, പേപ്പർ 1-ൽ 100-ൽ 20, 100-ൽ 25 മാർക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ,
അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് താഴും. ഞാൻ ഈ എക്സാം എഴുതണോ? ഞാൻ ഈ എക്സാം എഴുതിയാൽ കിട്ടുമോ? പ്രത്യേകിച്ച് എക്സാമിന്റെ 7 ദിവസം മുന്നേ. ഓക്കെ, അതുവരെ നിങ്ങൾ ടെസ്റ്റ് സീരീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഇതിന് ശേഷം എന്ത് ചെയ്യുക? PYQs മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ മാർക്ക് കുറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി കോൺഫിഡൻസ് കുറയും. ഞാൻ എഴുതണോ? ഞാൻ എക്സാം എഴുതണോ? 2 എക്സാം ഇല്ലേ? എന്തിനാണ്? പിന്നെ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ആയിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി എക്സാം കൊളമാക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്യുക. ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ എന്താ റിവിഷനും ചെയ്യുക. ആൻഡ് PYQs നല്ല രീതിയിൽ ചെയ്യുക. PYQs എങ്ങനെയാണ് നമുക്ക് ലോജിക്കൽ യൂസർ തിങ്കിങ് ഒക്കെ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. ആ 2 വീഡിയോ കൂടി ഞാൻ ലിങ്ക് ആയിട്ട് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് വൺസ് അഗൈൻ എക്സാം ഈസ് ഗോയിങ് ടു ബി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. റൈറ്റ് സാർ, KS എന്നുള്ള എല്ലാ ടോപ്പിക്കും ഇൻ ടേം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ. ഇറ്റ്സ് മീ. ഇതിപ്പോ ഞാൻ ഒറ്റക്കാണ്. ഓക്കെ, ഇറ്റ്സ് മിസ് വീഡിയോ, ആർഷ മിസ്സിന്റെ വീഡിയോ. ഓക്കെ, ലാഫോയ്സയുടെ ജോഗ്രഫി ഫാക്കൽറ്റി ആണ്. ഞാനത് ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഷെയർ ചെയ്യാം, നമ്മുടെ ചാനലിൽ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് മീ ചോദിച്ചിട്ടുണ്ട് എല്ലാ ഇതിന്റെയും ഷോർട്ട് നോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ബിക്കോസ് തിങ്ങി സ്റ്റാർട്ട് നമ്മുടെ ടൈം വളരെ ലിമിറ്റഡ് ആണ്. 10 ദിവസം ഇനിയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം എന്താണോ പഠിച്ചത് അത് തന്നെ റിവിഷൻ ചെയ്യാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. പുതിയ നോട്ട്സിലേക്ക് ഒന്നും ഇനി പോകാൻ നിൽക്കണ്ട. അതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ ഓൾ ദിസ് തിങ്. ഓക്കെ, ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോ ഇത്രയും നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. റൈറ്റ്, പുതിയ കണ്ടന്റിലേക്കൊന്നും ഇനി പോവാതിരിക്കുക. ഓക്കെ, ഉള്ള കണ്ടന്റ് തന്നെ റിവിഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഐ തിങ്ക് ഈ ലൈവ് കാണുന്ന എല്ലാവരും ഒട്ടുമിക്കവരും കുറച്ചെങ്കിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവരായിരിക്കും. ഒട്ടും പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. സോ ആ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോർ ഏരിയാസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ദെൻ കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക. കോമൺ സെൻസ് യൂസ് ചെയ്യുക, ലോജിക്കൽ തിങ്ക് യൂസ് ചെയ്യുക. 2 വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, 2 വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഒന്ന് ജോഗ്രഫി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എങ്ങനെ അത് സോൾവ് ചെയ്തു. രണ്ടാമത്തത് phase 1 എങ്ങനെ നമുക്ക് എലിമിനേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, ഇത് ഞാൻ ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അതിന്റെ വീഡിയോ കൂടി ലിങ്ക് ഷെയർ ചെയ്യാം. 2 മാസത്തെ കറണ്ട് അഫയേഴ്സ് കൂടി ഞാൻ ഒറ്റയടിക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഡിസംബർ ആൻഡ് ജാനുവരി. സർ, ഡിഗ്രി ദിസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമല്ലേ? അത് ഓൾറെഡി അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശ്രീലക്ഷ്മി ഓൾറെഡി, അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ലിങ്ക് ഞാൻ തരാം. റൈറ്റ്, സോ ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. പറഞ്ഞല്ലോ, പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറി വരും. പഠിച്ചത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. PYQs കണ്ടമാനം ചെയ്യുക. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി രാവിലെ എണീച്ചപ്പാടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പ്രാക്ടീസ് ചെയ്യുക. അതായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. അത്രയും സബ്ജക്ട് ഉണ്ടല്ലേ, നിങ്ങൾ നോക്കൂ. അത്രയും ഈ പറഞ്ഞ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനുള്ള വേറെ ഏത് സബ്ജക്റ്റുള്ള നിങ്ങൾ നോക്കൂ. ഈ ബാക്കിയുള്ള സബ്ജക്റ്റിന്റെ അത്ര പഠിക്കാനും ഇല്ല ഇതില്. കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും പറ്റും. സോ ഐ തിങ്ക് ഏകദേശം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. 2 minutes ഫോർ ഡൗട്ട് ക്ലിയറൻസ്. ഇതിന്റെ റെക്കോർഡിങ്സ് ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡിങ്സ് കാണാനും പറ്റും. ഇതുപോലെ ധൈര്യമായിട്ട് എക്സാം എഴുതിയിട്ട് വരിക. ഓക്കെ, നമുക്ക് മെയിൻസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അല്ലെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവ് എന്ന് പോകാം. ഓക്കെ, സംശയങ്ങളുള്ളവർ ചോദിച്ചോളൂ, അല്ലാത്തവർക്ക് യു ക്യാൻ ലീവ്. ഒരു കാര്യം കൂടി ഞാൻ ചെയ്യാം. സബ്ജക്റ്റുകളിൽ ഏതൊക്കെ ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്
ഓക്കെ, ഞാനത് പോസ്റ്റ് ചെയ്യാം. ഇപ്പം ഭരണഘടനയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചില ടോപ്പിക്കുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അത് ഏതൊക്കെയാണെന്ന് ഞാനൊരു ജസ്റ്റ് ഒരു പോസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ചാനലിൽ. ഓക്കെ, എല്ലാത്തിന്റെയും കേരള ഹിസ്റ്ററി ആണെങ്കിലും, യെസ്, കേരള ഹിസ്റ്ററി ആണെങ്കിലും, ഭരണഘടന ആണെങ്കിലും, ജോഗ്രഫി ആണെങ്കിലും, എക്കണോമിക്സ് ആണെങ്കിലും നമുക്കറിയാലോ. നമുക്കിപ്പോ കുറെ വർഷങ്ങളായി PSC പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ PSCയുടെ കുറെ ഇഷ്ട ഏരിയാസ് ഉണ്ട്. ഓക്കെ, സെക്ഷൻ സ്റ്റാർട്ടപ്പ് നൗ. പ്രിലിംസ് ടോപ്പിക് വൈസ് ഒന്ന് പറയും. യെസ്, ഡെഫിനറ്റ്ലി ടോപ്പിക് വൈസ് പറഞ്ഞുതരാം. പ്രിലിംസിന്റെ ടോപ്പിക്കിൽ, അതായത് PSC ചോദിക്കാൻ ഏരിയാസ് ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതലുള്ളത്, ആ ഏരിയാസ് ഞാൻ എന്ത് ചെയ്യാം, ഒരു പോസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് അല്ല, മെസ്സേജ് പോലെ ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് തുടങ്ങിയിട്ട്. ഓക്കെ, നിങ്ങൾ എത്ര പേര് ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണുന്ന എത്ര പേരുണ്ട് ഒന്ന് പറഞ്ഞേ. ജസ്റ്റ് കൈ പൊക്കിയാൽ മതി. എത്ര പേര്? ആ പറഞ്ഞുതരാം. എല്ലാ ടോപ്പിക്കും പറഞ്ഞുതരാം. എല്ലാ ടോപ്പിക്കിന്റെയും മെയിൻ ഏരിയ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പഠിക്കുന്ന ടോപ്പിക്കുകൾ. ഹരിയാണല്ല, യെസ്, ഹരികൃഷ്ണൻ. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ് കാണുന്നവരുണ്ടാവും. അതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഇത് ചെയ്യാം. ഓക്കെ, കാര്യം ആ ക്ലാസ് നിങ്ങൾ തലേന്ന് വരെ കണ്ടാലും തീരില്ല. അതാണ് നല്ലത്. ഇനി ചെയ്യേണ്ടത് സെൽഫ് പ്രിപ്പറേഷൻ ആണ്. ഞാൻ കാണുന്നുണ്ട് ശ്രീലക്ഷ്മി. ഇനി എത്ര ക്ലാസ് പെൻഡിങ് ഉണ്ട് ശ്രീലക്ഷ്മി? ക്ലാസ് ഒന്നും ഇല്ല സാർ. ഓക്കെ, ജൂൺ 8 വരെ ഉണ്ട്. ജൂൺ 14 എക്സാം ആണ് കേട്ടോ. അപ്പൊ റിവിഷൻ ഒക്കെ ചെയ്യാനുള്ള സമയം ഇവിടുന്ന്. റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് കേട്ടോ. അതേപോലെ തന്നെ ക്ലാസിന്റെ കാര്യം കൂടെ ഈ മലയാളം, ഇംഗ്ലീഷും മാത്സും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്ലാസ് മാത്രം കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, ക്ലിയർ ചെയ്യില്ല. ശ്രീലക്ഷ്മി, ഇറ്റ്സ് മീ, ഞാൻ പറഞ്ഞുതരാം. വേൾഡ് ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാനൊരു പോസ്റ്റ് ഇടാം. ഓരോ സബ്ജക്റ്റിന്റെയും ഞാനിങ്ങനെ അനലൈസ് ചെയ്ത് പോസ്റ്റ് ഇട്ട് തരാം. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കൂടുതൽ ഏരിയാസ് ഏതൊക്കെയാണെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ KS എന്നുള്ളത് PSCയുടെ ഒരു പ്രസ്റ്റീജ് എക്സാം ആണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. PSCയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഇതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ബാക്കിയുള്ള എക്സാമുകളെ പോലെയല്ല. ബാക്കിയുള്ള എക്സാമിലും പ്രസ്റ്റീജിയസ് എക്സാം ആണ്. അങ്ങനെ ഒരു എക്സാമിനെ നമ്മളങ്ങനെ കാണരുത്. എന്നാലും ഈ KS എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും ഗവൺമെന്റിന് അല്ലെങ്കിൽ PSCക്ക് എന്താണ് പ്രസ്റ്റീജ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഇവര് ക്വസ്റ്റ്യൻ ഭയങ്കര ബുദ്ധിമുട്ടാക്കും, ഡിഫിക്കൽട്ട് ആക്കും. ഉദ്യോഗാർത്ഥികൾ ഇത് ഭയങ്കര കടുപ്പ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് പറയുന്നത് കട്ട് ഓഫ് കൂടുമോ സാർ? ഫിലിംസ് കാൺ പ്രിഡിക്ട് റൈറ്റ് നൗ. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻസ് ഭയങ്കര കടുപ്പമായിരുന്നു, സിവിൽ സർവീസസിനെക്കാളും കടുപ്പമായിരുന്നു എന്നൊക്കെ പറയുന്നത് PSCയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ബെറ്റർ ഇതാണ്. കട്ട് ഓഫ് എത്രയാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. സാർ സുരേഷ്മി പറ. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 77 ആണ്. ബട്ട് ആ സമയത്ത് എന്താണ്, നമ്മള് PSC ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കാണാത്ത ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കാലം കഴിഞ്ഞ് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ട്, അതിനേക്കാൾ KSനേക്കാൾ ബുദ്ധിമുട്ടേറെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും അതിന്റെ ഇടയിൽ 4 വർഷക്കാലങ്ങളിൽ PSC തന്നെ മാറി. അപ്പോ എനിക്ക് തോന്നുന്നു കട്ട് ഓഫ് എന്തായാലും കഴിഞ്ഞ തവണത്തെ അത്രയും കുറയാൻ സാധ്യതയില്ല. ബിക്കോസ് നമ്മള് PSC ഉദ്യോഗാർത്ഥികൾ തന്നെ ഒരുപാട് അപ്ഡേറ്റ് ആയി. ഓക്കെ, അതുകൊണ്ട് കട്ട് ഓഫ് ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത്
എന്താണ് ഒരു സേഫ് എന്ന് പറയുന്നത് എനിക്കറിയാം അത് കുറച്ച് കൂടുതലാണ്. 100. ഓക്കെ, ഒരു 50% ഒക്കെ സേഫ് ആണ് നമ്മൾ. എന്തായാലും മെയിൻസ് എഴുതാൻ പറ്റും. ശ്രീലക്ഷ്മി ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, പഠിച്ചവർക്ക് ടെൻഷൻ ഉണ്ടാവണം, പഠിക്കാത്തവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. സോ നമ്മൾ ടെൻഷൻ ഈസ് ഗുഡ്. ടെൻഷൻ നല്ലതാണ്, ഒരു പരിധി വരെ ടെൻഷൻ നല്ലതാണ്. പക്ഷെ ഒരു പരിധിക്കപ്പുറം പോയാൽ ആ ടെൻഷൻ നമ്മൾ ഒരു 5 മാർക്ക് കുറക്കുന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അതേപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് സീരീസ് ഒക്കെ ഇനി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുക കേട്ടോ. നല്ല ലെങ്തി പേപ്പർ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ടൈം മാനേജ്മെന്റ് ചെയ്യണം. എക്സാം ഹാളിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ടൈം മാനേജ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ലോജിക് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്തുന്നു, നിങ്ങളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് വെച്ച് ഉത്തരത്തിൽ, അതിലൊക്കെയാണ് കാര്യം. ടൈം മാനേജ്മെന്റ് കൂടി ശ്രദ്ധിക്കുക കേട്ടോ. KS ടൈം മാനേജ്മെന്റ് യെസ്. KS മാത്സ് ഡിഗ്രി ലെവലാണോ UPSC ലെവലാണോ? ഇറ്റ്സ് മീ. KSന്റെ മാത്സ് PSCക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ചില സമയങ്ങളിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങ് ബുദ്ധിമുട്ടാക്കും. ഇപ്പൊ നമ്മളിപ്പോ ഡിഗ്രി പ്രിലിംസിന്റെ 1ാം ഘട്ടത്തിലൊന്നും അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. നമ്മൾ PSC ട്രഡീഷണൽ ആയിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ PSCക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താണ്? SSC ലെവല്, SSC CGL ലെവല് ഒക്കെ ചോദിച്ചു കളയും ചില സമയത്ത്. ഓക്കെ, UPSCയുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറില്ല. UPSCയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെന്റ് ആണ്. ഡിഗ്രി പ്രിലിംസില് ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ 2 ക്വസ്റ്റ്യൻസ് ഈ യൂണിറ്റ് ഈ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് UPSCയുടെ ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്സിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് PSCയുടെ ട്രഡീഷണൽ മെത്തേഡ് പഠിച്ചു പോകുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ മാത്സ് ഭയങ്കര കടുപ്പാകുമ്പോൾ അത് എല്ലാവർക്കും കടുപ്പാണ്. എന്നിരുന്നാലും മാത്സ് എത്രത്തോളം കടുപ്പാക്കിയാലും PSCയുടെ സ്വഭാവം വെച്ചിട്ട് എന്താണ്, ഒരു 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ സോൾവബിൾ ആയിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. അത് കണ്ടുപിടിച്ച് ചെയ്യാനാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ചെയ്യാം. ഇതാണ് എക്സാം സമയത്ത് ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ബിക്കമിങ് വെരി ഡിഫിക്കൽട്ട്, ലീവ് ചെയ്യുക, അടുത്തേക്ക് വരിക. ഫോർനൂൺ ആൻഡ് ആഫ്റ്റർനൂൺ അല്ലേ? യെസ്, അതെ അതെ, ശ്രീലക്ഷ്മി അതാണ്. 90 മിനിറ്റ്സ് തന്നെയാണ്. അതെ അതെ, നമുക്ക് ഈ പറഞ്ഞ പോലെ കട്ട് ഓഫ് ഒന്നും ഒരിക്കലും എക്സാം കഴിയുന്നതിന് മുമ്പ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ പറയുന്ന കട്ട് ഓഫ് ഒക്കെ ഏകദേശം സെയിം. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിപ്പെൻസ് അപ്പോൺ വേരിയസ് ഫാക്ടേഴ്സ്. ഇപ്പൊ കേരള ബാങ്കിന് നമ്മൾ പറഞ്ഞ കട്ട് ഓഫ്, ഇപ്പൊ സിവിൽ എക്സൈസ് ഓഫീസറിന് നമ്മൾ പറഞ്ഞൊരു കട്ട് ഓഫ്, CPOക്ക് നമ്മൾ പറഞ്ഞൊരു കട്ട് ഓഫ്, അതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയി വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അതിനർത്ഥം എല്ലാം വരണം എന്നല്ല. കട്ട് ഓഫ് പ്രഡിക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഗ്രി പ്രിലിംസിന്റെ ഇപ്പൊ കഴിഞ്ഞ ഫസ്റ്റ് ഫേസിന്റെ ഒന്നും കട്ട് ഓഫ് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. 2 റീസൺ. സെക്കൻഡ് ഫേസ് വെയിറ്റിംഗ് ആണ്. ഇനി ഇതിൽ ഏതൊക്കെ ഡിലീഷൻസ് പോകുന്ന ആർക്കറിയാം. സെക്കൻഡ് ഫേസ് എക്സാം എങ്ങനെയാണ്, ഡിഫിക്കൽട്ട് ആണോ അല്ലെങ്കിൽ ഈസി ആണോ എന്നൊന്നും അറിയാതെ നമുക്ക് ഒരിക്കലും കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബേസ്ഡ് ഓൺ PYKയുടെ എന്താ പറയാ, കേരള PSCയുടെ പ്രീവിയസ് കട്ട് ഓഫും അല്ലെങ്കിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് പറയാൻ പറ്റും, ഒരു സേഫ് സ്കോർ. എത്ര മാർക്കിന് മുകളിൽ കിട്ടിയവർ എന്തായാലും മെയിൻസിന് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടുത്ത സ്റ്റേജിലേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു സേഫ് സ്കോർ പറയാൻ പറ്റും. അല്ലാതെ കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒരിക്കലും പറയാൻ പറ്റില്ല. അതെ, എത്ര പേര് ഇടാൻ തീരുമാനിക്കുന്നു അതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ്. ഐ തിങ്ക് മോസ്റ്റ് പ്രോബബ്ലി 1000+ ആയിരിക്കും ഈ തവണ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതെ, 200 ആണ്. പേപ്പർ 1 100, പേപ്പർ 2 100.
സ്റ്റേറ്റ് സ്കോർ എത്രയാണ് സാർ നമ്മൾ എയിം ചെയ്യേണ്ടത്? യെസ്, ശരിക്കും പറഞ്ഞാല് ശ്രീലക്ഷ്മി, നമുക്ക് അങ്ങനെ എയിം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു എയിം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ ഒരു നേച്ചർ വെച്ചിട്ടാണ് ഈ പറയണത്. എന്താണ്, ഒരു 200-ൽ ഇഫ് യു ക്യാൻ സ്കോർ ബിറ്റ്വീൻ 100 and 90, there is a possibility to clear the prelims. അതിന്റെയും മെയിൻ റീസൺ എന്ന് പറയുന്നത് 65 മാർക്കിലാണ്. 65 മാർക്ക് എന്താണ്, കേരള PSCക്ക് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുറെ ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവരിതില് മലയാളം മാത്സിലും അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷിലൊക്കെ അഗ്രഗണ്യന്മാരായിരിക്കും, മൊത്തം അടിച്ചെടുക്കും. ഇപ്പൊ 20-ൽ 20 ഉണ്ടെങ്കിൽ 20-ൽ 20 അടിക്കുന്നവരുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഉണ്ടല്ലോ ആ ഫോഴ്സയിൽ. ഇവരാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സ്റ്റുഡന്റ് ഉണ്ട്, ഇപ്പൊ ഡിഗ്രി പ്രിലിംസിന് ഫസ്റ്റ് സ്റ്റേജിൽ 65 മാർക്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി ഉണ്ട്, നമ്മുടെ സ്റ്റുഡന്റ് ആണ്. ദ മെയിൻ റീസൺ ഇസ് ദാറ്റ് മലയാളം ഇംഗ്ലീഷ് മാത്സിൽ എല്ലാം ശരിയാണ്. 20-ൽ 20, 10-ൽ 10 അതും. ഓക്കെ, ഞാനിങ്ങനെ സംസാരിച്ച് പോവുകയാണ്. സോ എനിക്ക് തോന്നുന്നു നമുക്ക് സെക്ഷൻ അവസാനിപ്പിക്കാം. ആൻഡ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ് ആൻഡ് യെസ്, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ നമ്മുടെ മുമ്പിൽ എക്സാം എത്തും. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ PDF ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ടേക്ക് എ ബ്രേക്ക്, ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, ദെൻ പ്രിപ്പയർ. ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനനുസരിച്ച് ഷെയർ ഓൾ ദ ഐറ്റംസ് യു ടോട്ട്. യെസ്, അത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. സോ ഞാൻ ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും.